രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണം എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും. ഇന്ന് ഈ യോഗത്തിൽ അതിനെപ്പറ്റി ഒന്നും ചർച്ചയുണ്ടായില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് ഞങ്ങൾ എല്ലാവരും ഇന്ന് പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞു. രാഹുൽ ഗാന്ധി അത് CPP അല്ലേ, MP-മാരുടെ യോഗം 5:30-ക്കുണ്ടല്ലോ. അപ്പൊ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നത് രാജ്യത്തിന് ആവശ്യമാണ്. നരേന്ദ്രമോദിയെ തുറന്നു കാട്ടാനും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കാനും രാഹുൽ ഗാന്ധി വേണം എന്ന് ദിഗ്വിജയ് സിംഗ് ഒരു പ്രമേയം കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോൾ അതിനെ പിന്തുണച്ചു. മനസ്സിലാക്കാൻ കഴിയുന്ന ഈ സീറ്റുകൾ കോൺസ്റ്റിറ്റ്യുവൻസികൾ സംബന്ധിച്ചുള്ള ചർച്ചയിൽ UP PCC അടക്കം രാഹുൽ റായ്ബറേലിയിൽ നിൽക്കണമെന്നും അതേസമയം തന്നെ രാഹുൽ വയനാട്ടിൽ വേണമെന്നുള്ള കേരള PCC അങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു തർക്കമൊന്നുമില്ല. സ്മൂത്തായിട്ട് ആ പ്രശ്നം തീരും. രാഹുൽജിക്ക് തീരുമാനിക്കാം വേറെ ഹി വാണ്ട്. അദ്ദേഹം അത് പറഞ്ഞാൽ അതിലേക്കും തീരുമാനം. KPCCക്ക് അതിനകത്ത് പ്രസക്തിയില്ല. KPCCക്ക് എന്താ പ്രസക്തി അതിന്റെ അകത്ത്? രാഹുൽ എവിടെ നിൽക്കണം, എവിടെ വേണമെന്നുള്ളത് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല. ഞങ്ങൾ അതിനെ നിർബന്ധിക്കൊന്നുമില്ല അദ്ദേഹത്തെ. അതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് ഈ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഏത് നിലപാട് വേണമെന്ന് പാർട്ടി പ്രസിഡന്റും പാർട്ടി നേതൃത്വവും തീരുമാനിക്കും. അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. അതിനകത്തൊന്നും പിടിവാശിയുടെ കാര്യമൊന്നുമില്ല. അദ്ദേഹം വയനാട്ടിലെ സ്നേഹിക്കുന്നുണ്ട്, വയനാട്ടിലെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, റായ്ബറേലിയിലെ ജനങ്ങളെ അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം. മോഡിക്ക് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ. അത് രാഹുൽ ഗാന്ധിക്ക് എത്ര ലക്ഷം വോട്ടാണ് കിട്ടി? 3.5 ലക്ഷം വോട്ട്. റായ്ബറേലിയും കിട്ടി 4 ലക്ഷത്തോളം വോട്ട്. സാർ അതല്ല, ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം BJPക്കെതിരെയാണ്, മോദിക്കെതിരെയാണ് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ കേരളത്തിൽ നിന്ന് പോരാടുന്നതിനേക്കാൾ ഇരട്ടി എഫക്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പോരാടുന്നതാണോ? എന്താണ്? അല്ല, അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് തീരുമാനിക്കാനുള്ള കഴിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അവർ തീരുമാനിക്കട്ടെ. ആ തീരുമാനം നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. രാഹുൽ ഗാന്ധി സമ്മതിച്ചോ? അതൊക്കെ KPCC പ്രസിഡന്റ് ആലോചിച്ച് നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീട് പറയും. അത് ഇവിടെ അല്ലല്ലോ പറയണ്ട. അത് CPP മീറ്റിംഗ്, MP-മാരുടെ മീറ്റിംഗ് കൂടുന്നില്ലേ, അവിടെ അല്ലയോ പറയുന്നത്. പൊതുവെ ഒറ്റക്കെട്ടായി എല്ലാവരും അത് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. കേരളത്തിൽ ഞങ്ങൾ രണ്ടുപേരും പ്രസംഗിച്ചു, ഞാനും കൊടുക്കുന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരുടെയും അഭിപ്രായം അതാണ്. കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകർ. തൃശ്ശൂരെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കത്തില്ല. വൈകിട്ട് അദ്ദേഹം തീരുമാനം എടുത്തിട്ട് അറിയിക്കും.